ഹലോ ഗൈസ്, ലൂസിഡ് ഡ്രീമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ലൂസിഡ് ഡ്രീമിങ്ങിൽ നമുക്ക് ഉണ്ടാകുന്ന കോമൺ ആയിട്ടുള്ള കുറച്ച് ഡൗട്ട്സുകളെ കുറിച്ചിട്ടുള്ളതാണ്. സോ ലൂസിഡ് ഡ്രീമിങ് ചെയ്യുന്ന ഫ്രണ്ട്സ് എല്ലാവരും മാക്സിമം ഈ ഒരു വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക. കുറച്ച് പോയിൻറ്റ്സൊക്കെ ഉള്ളൂ. അത് എൻ്റെ ഒരു റിയൽ ലൈഫിൽ ഞാൻ ലൂസിഡ് ഡ്രീമിങ് ചെയ്യുമ്പോഴും അത് കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന ആ ഒരു അവസ്ഥയിലൊക്കെ അനുഭവിച്ച കുറച്ച് കാര്യങ്ങളാണ്. അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. സോ മാക്സിമം ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരം കൊണ്ട് ഡ്രീമിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു അവസ്ഥ, അത് മാക്സിമം ഒഴിവാക്കുക. കാരണം നമ്മുടെ ആ ഒരു ശരീരത്തിന് അവിടെ ഒരു പ്രസക്തി ഉള്ള പോലെ എനിക്ക് തോന്നിയില്ല. കാരണം ഞാൻ ഇതേപോലെ കുറേ ട്രൈ ചെയ്തതാണ്. ഞാൻ ഒരു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ചിന്ത കൊണ്ട് തന്നെ ആ ഒരു ഡ്രീമിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. ഇത്രേ ഉള്ളൂ. ഇത് സിമ്പിളായിട്ട് ഈ ഒരു പോയിൻ്റ് ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൂടുതൽ എക്സൈറ്റഡ് ആകാതിരിക്കുക. കാര്യം നമുക്ക് കിട്ടില്ല എന്ന് വിചാരിക്കുന്ന ഒരു സംഭവം നമ്മുടെ കൺമുമ്പിൽ ആ ഒരു ലൂസിഡ് ഡ്രീമിങ് ചെയ്യുന്ന സമയത്ത്, അതൊരു ആളാകാം, ഒരു മനുഷ്യനാകാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വസ്തു ആവാം. അപ്പോൾ നമ്മൾ കൂടുതൽ സന്തോഷിച്ച് ആ ഒരു വസ്തുവിൻ്റെ അടുത്തേക്ക് പോകും തോറും നമ്മുടെ ഡ്രീം നമ്മുടെ കൈ വിട്ടു പോകും. അത് നിങ്ങൾക്ക് ലൂസിഡ് ഡ്രീമിങ് ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നിങ്ങളവിടെ കൂടുതലും നോർമലായിട്ടുള്ള രീതിയിൽ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ലൂസിഡ് ഡ്രീം ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് എന്തെങ്കിലും ഒരു പേടിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നമുക്ക് പേടി ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടാകുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൂടുതലും ആ ഒരു ഡ്രീമിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് മാത്രം പെട്ടെന്ന് ആ ഒരു ഡ്രീമിൽ നിന്ന് വെളിയിലേക്ക് വരിക. പെട്ടെന്ന് വരാതിരിക്കുക. കാരണം പെട്ടെന്ന് നമ്മൾ ഉണരുന്ന സമയത്ത് ഇതേപോലെ സ്ലീപ്പ് പാരാലിസിസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാകും. സോ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ കുറച്ച് നേരം മാക്സിമം നിങ്ങൾക്കറിയാം ഇതൊരു ഡ്രീമാണ് എന്നുള്ള ബോധമൊക്കെ നിങ്ങൾക്ക് ആ ടൈമിലുണ്ടാവും. കാരണം ആ ഡ്രീം നമ്മൾ ഓൾറെഡി കൺട്രോൾ ചെയ്ത ഒരു ഡ്രീമായിരിക്കാം. ഇത് അധികം ആർക്കും സംഭവിക്കില്ല. എനിക്കും ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ എനിക്കും സംഭവിച്ചിട്ടുള്ളൂ. സോ ഞാൻ ഇതേപോലെ ഫസ്റ്റ് ടൈം വന്നപ്പോൾ പെട്ടെന്ന് എണീച്ചു. എനിക്ക് അതേപോലെ ഒരു സ്ലീപ്പ് പാരാലിസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പോൾ നിങ്ങൾ മാക്സിമം ആ ഡ്രീമിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക. ആ ഒരു അവസ്ഥയെ നിങ്ങൾക്ക് മാറ്റാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ മാറ്റുക. അല്ലെങ്കിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് മാത്രം ആ ഒരു ഡ്രീമിൽ നിന്നും പുറത്തേക്ക് വരിക. ഇതാണ് മൂന്നാമത്തെ പോയിൻ്റ്. പിന്നെ നാലാമത്തെ പോയിൻ്റ് സ്ലീപ്പ് പാരാലിസിസ്. ഈ ഒരു അവസ്ഥ മാക്സിമം എല്ലാവരും ലൂസിഡ് ഡ്രീമിങ് ചെയ്യുന്ന എല്ലാവർക്കും കൂടുതൽ ടൈമും അനുഭവിച്ച ഒരു അവസ്ഥയായിരിക്കും. എൻ്റെ ഒരു എക്സ്പീരിയൻസ്, എനിക്കുണ്ടായ ഒരു അനുഭവം ഇതേപോലെ പേടി സ്വപ്നങ്ങൾ കാണുന്ന സമയത്ത്, നോർമലി നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ കാണുന്ന പേടി സ്വപ്നങ്ങൾ കാണുമ്പോഴാണെങ്കിലും ലൂസിഡ് ഡ്രീമിങ് കാണുമ്പോൾ ഇടയ്ക്കൊക്കെ എനിക്ക് ഇതേപോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടും ഗൂഗിളിൽ കുറേ സെർച്ച് ചെയ്തിട്ടൊക്കെ ആയിരുന്നു ഞാനിത് മാറ്റിയെടുത്തത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആ ഒരു അവസ്ഥയിലാണെന്ന് വിചാരിക്കുക. ആ ഒരു അവസ്ഥയിലാവുന്ന സമയത്ത് നമുക്ക് ചിന്തിക്കാനൊക്കെ പറ്റും. നമ്മുടെ ഐ മൂവ്മെൻറ്റ്സുകൾ വർക്കാവും. സോ നമ്മുടെ ബോഡി നമുക്ക് അനക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് ചിന്തകൾ ഉണ്ടാവും. എന്തായാലും നമുക്ക് ചിന്തിക്കാൻ പറ്റും ആ ഒരു ടൈമിൽ. അപ്പോൾ നിങ്ങൾ കുറച്ച് നേരം റിലാക്സ് ആയിട്ട് അതേ രീതിയിൽ തന്നെ കിടക്കുക. കണ്ണടച്ച് അതേ രീതിയിൽ തന്നെ കിടക്കുക. നിങ്ങൾക്കറിയാം നിങ്ങൾ ആ ഒരു അവസ്ഥയിലാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പേടിക്കാതെ, വേറൊന്നും ചിന്തിക്കാതെ, പെട്ടെന്ന് എണീക്കണം, പെട്ടെന്ന് എണീച്ച് പോകണം, അങ്ങനെയൊന്നും ചിന്തിക്കാതെ. പറ്റില്ല, ഫസ്റ്റ് ടൈം അങ്ങനെയൊന്നും പറ്റില്ല. ഞാനും കുറേ പെട്ടതാണ്. ആ ഒരു അവസ്ഥ അനുഭവിച്ചവർക്ക് അതിനെക്കുറിച്ച് മനസ്സിലാവും. സോ നിങ്ങൾ ആ ഒരു അവസ്ഥയിലുള്ളപ്പോൾ ഇതേപോലെ ഒന്ന് ചിന്തിച്ച് നോക്കുക. നോർമൽ നമ്മൾ കിടക്കുന്ന അതേ രീതിയിൽ തന്നെ കിടക്കുക. കണ്ണടച്ച് ബ്രീത്തിങ് കറക്റ്റായി ചെയ്ത് ഒന്ന് മൈൻഡ് ഒന്ന് കാമാക്കി അതേ രീതിയിൽ തന്നെ ഒന്ന് കിടക്കുക. കുറച്ച് കഴിയുമ്പോൾ അത് തന്നെ മാറിക്കോളും. കൂടുതൽ സമയം അങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു സംഭവിക്കുക. നമ്മൾ ലൂസിഡ് ഡ്രീമിങ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഇത് നീണ്ടു നിൽക്കാറില്ല. കുറച്ച് നേരം റിലാക്സ് ആയിക്കഴിഞ്ഞാൽ അത് തന്നെ മാറാനുള്ള ഒരു സംഭവമുള്ളൂ. സോ ഇതൊക്കെയാണ് എനിക്ക് പേഴ്സണലി അനുഭവിച്ച ലൂസിഡ് ഡ്രീമിങ്ങിൻ്റെ ഉള്ളിലുള്ളപ്പോഴും അതേപോലെ വെളിയിൽ വന്നപ്പോൾ ഒരു കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ ഇവിടെ ഷെയർ ചെയ്തത്. ആൻഡ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ അറിയാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. ആൻഡ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്